സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ്ഗും ചിക്കനും വെച്ച് ഒരു ദോശ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം 250 ഗ്രാം ചിക്കൻ എടുത്ത് നമുക്കിതൊന്ന് കീമയാക്കി എടുക്കാം. 250 ഗ്രാം ചിക്കൻ എല്ല് മാറ്റി മിക്സിയുടെ ജാറിലിട്ട് കീമയാക്കി എടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ചിക്കനും എഗ്ഗും കഴിക്കാത്ത കുട്ടികൾക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. വേണമെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിൽ വെച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 നുള്ളു ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി വേണ്ട സാധനങ്ങൾ: 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 5-6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, കുറച്ച് മല്ലിയില, ഒരു സവാള ചെറുതായി മുറിച്ചത്. പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയ ശേഷം ചെറുതായി മുറിച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കീമ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മസാലയൊന്ന് നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലാണ് ഒഴിക്കേണ്ടത്. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നേരത്തെ ഇളക്കി വെച്ച എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ പരന്നു വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം.
കണ്ടാൽ ഒരു ദോശ പോലെ വേണം. ഇത് നല്ലതുപോലെ ആയി വന്നാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കീമയുടെ മസാല വെച്ച് മടക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തക്കാളി മുറിച്ചത് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഇത് റെഡിയായി. സൂപ്പർ സ്വാദാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.